ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാനൊരു ലിങ്ക് വിട്ടിന്, അത് തുറക്കാൻ പറ്റുമോ? പറ്റുമോ പറ്റൂലേ? ബുഷേർ പറയും, എനിക്ക് അറിയൂല അതിനെപ്പറ്റി. അല്ല, ഒരു ലിങ്ക് നിങ്ങളെ മൊബൈലിലേക്കൊക്കെ വിട്ടിക്കണ്, അതിപ്പോ ഈ ക്ലാസ്സിന്റെ ഇടയിൽ തുറക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് പറ്റൂല. ബുഷേറിന് പറ്റുമോ? ബുഷേർ ഒന്ന് പറയും. എന്ത് മനസ്സിലായില്ല? ഇന്നൊരു ലിങ്ക് ഞാൻ വിട്ടിക്കണ്, അത് ഓണാക്കാൻ പറ്റുമോ ക്ലാസ്സിന്റെ ഇടയില്? ലിങ്ക് ഇവിടെ ഗ്രൂപ്പിലെ വിട്ട്. ആ, ഗ്രൂപ്പില്. അപ്പൊ അതിപ്പോ ഒന്ന് കാണിച്ചൊന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമോ പറ്റൂലേ? നിങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ ആദ്യം നോക്കാദ്യം. പറ്റൂല. നോക്കണം ഉസ്താദ്, അറിയില്ല എങ്ങനെയാണ്. അപ്പൊ ലിങ്ക് കണ്ടോ? ലിങ്ക് കണ്ടു. അപ്പൊ ആ ലിങ്ക് ഇപ്പൊ ഈ ക്ലാസ്സിന്റെ ഇടയിൽ നമ്മളെ മൊബൈലിൽ തുറന്നെക്കാൻ സംവിധാനം അല്ലല്ലേ? ഉണ്ട്, പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അറിയില്ല. ആയിക്കോട്ടെ, എന്നാ പിന്നെ ആക്കാൻ. എന്നാ തഖ്വീമുൽ നിസാത്തോളി പേജ് 85. അതായത് ഞാൻ ഖുർആനിൽ വന്ന മഫ്ഊല് ഫീഹി, മഫ്ഊല് മുത്ലഖ്, മഫ്ഊല് ലഹു, അത് മൂന്നിന്റെയും ഉദാഹരണങ്ങൾ ഖുർആനിൽ വന്നത് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണേ. അപ്പൊ എങ്ങനെയാ അത് വെച്ച് ക്ലാസ് എടുക്കാന്ന് ഇപ്പൊ എനിക്കറിയില്ല. ഇനിയിപ്പോ അതല്ലെങ്കിൽ ഞാൻ എന്താക്കാം, ക്ലാസ് കഴിഞ്ഞിട്ട് മാതാ യഫ്അലു യാ വലദ്. ഇങ്ങനെയാണ് ഉസ്താദ് ഇത്? അതന്നെ. അതിനെല്ലാരും കാണുമോ? കാണുന്നുണ്ട്. ആണോ? ഓ, കാണുന്നുണ്ട്. ഇത് മഫ്ഊല് മുത്ലഖ് ഖുർആനിൽ വന്നതിന്റെ ഉദാഹരണങ്ങളാട്ടോ. കല്ലമല്ലാഹു മൂസ തക്ലീമാ. കല്ലമല്ലാഹു, അല്ലാഹു സംസാരിച്ചു. മൂസാ നബിയോട് സംസാരിച്ചു. തക്ലീമൻ, ഒരു സംസാരിക്കൽ സംസാരിച്ചു. കണ്ടങ്ങള് ഏതാ മഫ്ഊൽ മുത്ലഖ്? തക്ലീമൻ. കണ്ടങ്ങള് കല്ലമന്റെ അതേ മസ്ദറാണ് ഏത്? തക്ലീമൻ എന്നുള്ളത്. കല്ലമ തക്ലീമൻ. കണ്ടോ? അപ്പൊ മഫ്ഊൽ മുത്ലഖായി വരുന്ന മഫ്ഊൽ മുത്ലഖും മസ്ദറും ആ മസ്ദറിന്റെ അതേ ഫീൽ തന്നെ ഇക്കാരം ഉണ്ടാകുക 90%. ഉദാഹരണം പറഞ്ഞാൽ തക്ലീം എന്നുള്ള മഫ്ഊൽ മുത്ലഖ് മസ്ദറാണ്. അത് ഏതിൽ നിന്നുള്ളതാണ്? കല്ലമയിൽ നിന്ന് ഉള്ളതാണ്. ഇത് നോക്കോളി. ഖാല തആല ഫദുക്കതാ ദക്കതൻ വാഹിദാ. ഫദുക്കതാ, അത് രണ്ടിനെയും ഒരു ഇടിച്ച് തകർക്കലിന് വിധേയമാക്കപ്പെട്ടു. ദക്കതൻ വാഹിദ, ഒരു ഇടിച്ച് തകർക്കൽ. ഒരു ഇടിച്ച്
തകർക്കൽ. കണ്ട, ദക്ക എന്ന് പറഞ്ഞാൽ ഇടിച്ച് തകർത്തു എന്നാണ് അർത്ഥം. അതിന്റെ മജൂലാണേത്? ദുഃഖ, തകർക്കപ്പെട്ടു. ദുഃഖത, അത് രണ്ടിനെയും എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. ദക്കത്തം വാഹിദത്തൻ, ഒരു തകർക്കൽ തകർക്കപ്പെട്ടു. കണ്ടങ്ങള്, ദുഃഖത എന്ന് പറയുന്ന ഫീലിന്റെ മഫ്ഊൽ മുത്തലക്കാണേത്? ദക്കത്തൻ. ദക്കത്തൻ. ആ ദക്കത്തൻ എന്നുള്ള മസ്തർ ഇന്ന് പോകുന്നത് തന്നെയാണ് ദുഃഖ എന്ന് പറയുന്ന അതിന്റെ ഫീലിന്ന് പോകുന്നത് തന്നെയാണ്. അപ്പൊ എന്താ പറയുക, മനസ്സിലാക്കി തന്നത്? മഫ്ഊൽ മുത്തലക്കായി വരുന്ന സാധനം അതിന്റെ ഫീലും ഒന്നേക്കാരം. ആ മസ്തർ ഏതിൽ നിന്ന്, ആ മസ്തർ ഏത് ഫീലിൽ നിന്നാണ് ഉണ്ടായത്? അതേ ഫീലെ ഇക്കാരം മഫ്ഊൽ മുത്തലക്കിനെ എന്ത് ചെയ്തിട്ടുണ്ടാകുക? നെസ്ബ് ചെയ്തിട്ടുണ്ടാകുക. കാരണം പറഞ്ഞാൽ തക്ലീം എന്നുള്ള മസ്തറിന് നെസ്ബ് ചെയ്തിരിക്കുന്നത് ആരാണ്? തക്ലീം വന്ന ഫീലാണ് ഏത്? കല്ലമ. ആ കല്ലമയാണ് നെസ്ബ് ചെയ്തത്. ദക്കത്തം വാഹിദ എന്ന് പറഞ്ഞുകൊടുത്ത് ദക്കത്ത് എന്നുള്ള മസ്തർ എന്ന് പോകുന്നതാണ് ദുഃഖത്ത എന്നുള്ളീന്ന് പോകുന്നതാണ്, ദുഃഖ എന്നുള്ളീന്ന് പോകുന്നതാണ്. അതന്നെയാണ് നെസ്ബ് ചെയ്തത്. പിന്നെ ഖാല തആല വറത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങളൊരു ഖുർആൻ പാരായണം എന്താക്കണം? വറത്തിലിൽ ഖുർആന, നിങ്ങൾ ഖുർആനെ തെർത്തീലാക്കി ഓതണം. തെർത്തീലൻ, ഒരു തെർത്തീലാക്കൽ. റത്തല യുറത്തിലു തെർത്തീല്. വറത്തല എന്നുള്ളതിന്റെ അമ്രാണേത്? റത്തിൽ, നീ തെർത്തീലാക്ക്. അൽ ഖുർആന, ആരെ? ഖുർആനിനെ. തെർത്തീലൻ, ഒരു തെർത്തീലാക്കൽ തെർത്തീലാക്ക്. കണ്ടങ്ങള്, റത്തല യുറത്തിലു തെർത്തീല്. തെർത്തീൽ എന്നുള്ള മഫ്ഊൽ മുത്തലക്കിനെ ആരെന്നെയാണ് നെസ്ബ് ചെയ്തത്? റത്തിൽ എന്ന് പറഞ്ഞ ഫീലാണ്. ഈ റത്തിലിൽ നിന്നുണ്ടായത് തന്നെയാണ് ഏത്? റത്തിൽ എന്നതിൽ നിന്ന് വന്ന തന്നെയാണ് ഏത്? തർത്തീല്. പറയണ മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിലാകില്ല എന്ന് പറയണം കേട്ടോ. തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിഞ്ഞിട്ടില്ല അറിയണം. ആ വസല്ലിമു, നിങ്ങൾ സലാം പറയൂ. തസ്ലീമൻ, ഒരു സലാം പറയൽ, സലാം പറയൂ. കണ്ണങ്ങള്, സല്ലമ യുസല്ലിമു, അതിന്റെ കൽപ്പനക്രിയ സല്ലീം, നീ സലാം പറയ്. ആ അമ്രിന്റെ ബഹുവചനാണ് ഏത്? സല്ലിമു, നിങ്ങൾ സലാം പറയൂ. തസ്ലീമൻ, ഒരു സലാം പറയല്. അപ്പൊ ഏതാ മഫ്ഊൽ മുത്തലക്ക്? തസ്ലീമ. തസ്ലീമ. അതേന്ന് പോകുന്നത് തന്നെയാണ് സല്ലമെന്ന് പോയത് തന്നെ, വന്നത് തന്നെ. ഖാല തആല അന്നാ സ്വബബിനൽ മാഅ സബ്ബ സുമ്മ ശഖഖിനൽ അർള ശഖ്ഖാ. അന്നാ, തീർച്ചയായിട്ടും നമ്മൾ, സ്വബബിന, നാം ചൊരിഞ്ഞു, അൽ മാഅ, വെള്ളത്തെ ഞാൻ ചൊരിഞ്ഞു, സബ്ബൻ, ഒരു ചൊരിയൽ ചൊരിഞ്ഞു. കണ്ടങ്ങള്, സ്വബബിനെ മഫ്ഊൽ മുത്തലക്കാണേത്? സബ്ബ. ആ സബ്ബ ഏത് പോകുന്നത് തന്നെയാണ്? സ്വബബിനെ വന്നത് തന്നെ മസ്തറാണ്. സുമ്മ ശഖഖിനൽ അർള ശഖ്ഖാ, സുമ്മ ശഖഖിന, പിന്നെ നാം പിളർത്തി, അൽ അർള, ഭൂമിയെ, ശക്കൻ, ഒരു പിളർത്തൽ പിളർത്തി. കണ്ടോ, ശഖഖിനെ മഫ്ഊൽ മുത്തലക്കാണേത്? ശക്ക എന്ന് പോകുന്നത് തന്നെയാണ്, ശക്കഖിന് വന്നത് തന്നെയാണ്. വഖൂലു, നിങ്ങൾ പറയണം, ഖൗലൻ സദീദൻ, നല്ല പറയൽ പറയുവീൻ. വഖൂലു, നിങ്ങൾ പറയുവീൻ, ഖൗലൻ സദീദൻ, നേരായ ചൊവ്വായ പറയൽ പറയുവീൻ. കണ്ടോ, ഖൂലു, നിങ്ങൾ പറയണം. അതിന്റെ മഫ്ഊൽ മുത്തലക്കാണേത്? ഖൗലൻ. ഈ ഖൗലൻ എന്ന് പോകുന്നത് തന്നെയാണ് ഖാലയിൽ നിന്ന് വന്നത്. പിന്നെ വല്ലാഹു, അല്ലാഹു, അമ്പതക്കും, അവൻ നിങ്ങളെ മുളപ്പിച്ചിരിക്കുന്നു, മിനൽ അർളി, ഭൂമിയിൽ നിന്ന് അവൻ നിങ്ങളെ മുളപ്പിച്ചു, നബാത, ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചു. കണ്ടങ്ങള്, അമ്പത്ത എന്നുള്ളതിന്റെ മഫ്ഊൽ മുത്തലക്കാണേത്? നബാത്ത. ഈ നബാത്ത എന്ന് പോകുന്നത് തന്നെയാണ്
നബത്ത്. അമ്പത്തയിൽ നിന്ന് തന്നെയാണ്. നബത്ത് അമ്പത്തിയൊക്കെ ഒന്ന് തന്നെ. പിന്നെ സുമ്മയുഴീതുക്കും, പിന്നീട് അവൻ നിങ്ങളെ മടക്കും, ഫീഹാ ഭൂമിയിലേക്ക്, വയുഖിരിജുക്കും, പിന്നീട് അവൻ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും, ഇഖ്റാജ, ഒരു പുറത്തേക്ക് കൊണ്ടുവരും. യുഖിരിജു എന്നുള്ളതിന്റെ വയുഖിരിജു, അവൻ പുറത്തേക്ക് കൊണ്ടുവരും, കും നിങ്ങളെ, അത് മഫൂല് ബിയാട്ടോ. വയുഖിരിജുക്കും എന്ന് പറഞ്ഞിടത്തുള്ള കും എന്നുള്ളത് ഏതാണ്? മഫൂല് ബി. മഫൂല് ഫി അല്ല, മഫൂല് ബിഹി, നിങ്ങളെ. മഫൂല് അർത്ഥം ഇഖ്റാജ, അതാണ് ഏത് മഫൂല് മുത്ലഖ്. മഫൂല് മുത്ലഖാണ് യുഖ്രിജുവിന്റെ. ഈ ഇഖ്റാജ് പറഞ്ഞത് ഇന്ന് പോകുന്നത് തന്നെയാണ് അഖ്റജ യുഖ്രിജുവിൽ നിന്ന് പോകുന്നതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീലാ, ഇന്നാ നഹ്നു, തീർച്ചയായിട്ടും നമ്മൾ, നസ്സൽനാ, നാം അവതരിപ്പിച്ചിട്ടുണ്ട്, അലൈക, അങ്ങയുടെ മേലിൽ, ഖുർആനൻ, ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുണ്ട്, തൻസീല, ഒരവതരിപ്പിക്കൽ, അത് അവതരിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, നസ്സൽന എന്നുള്ളതിനെ മഫൂൽ മുത്ലഖാണ് ഏത്? തൻസീല. തൻസീല. ഈ തൻസീൽ എന്നുള്ളത് ഏത് പോകുന്നത് തന്നെയാണ്? പോകുന്നത് തന്നെയാണ്. നസ്സല യുനസ്സിലു, പിന്നെ തൻസീല. വഇദാ ശിഇനാ ബദ്ദൽനാ അംസാലഹും തബ്ദീലാ, വഇദാ ശിഇനാ, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, ബദ്ദൽന, നാം പകരമാക്കും, അംസാലഹും, അവരെ പോലോത്തവരെ നാം പകരമാക്കും, തബ്ദീല, ഒരു പകരമാക്കും. വഇദാ ശിഇന, നാം ഉദ്ദേശിച്ചാൽ, ബദ്ദൽന, നാം പകരമാക്കും, അംസാലഹും, അവരെ പോലെയുള്ളവരെ, തബ്ദീല, ഒരു പകരമാക്കും. അപ്പൊ കണ്ടോ, ഏതാ മഫൂൽ മുത്ലഖ്? തബ്ദീല. തബ്ദീല എന്ന് പോകുന്നത് തന്നെയാണ്. ബദ്ദൽന. ബദ്ദൽനീന്ന് പോകുന്നത് തന്നെയാണ് അത്. അതേപോലെ വലാ തുബദ്ദിർ തബ്ദീറ, വലാ തുബദ്ദിർ, നീ അമിതം പ്രവർത്തിക്കരുത്, തബ്ദീറൻ, ഒരു അമിതം പ്രവർത്തിക്കരുത്. വലാ തുബദ്ദിർ, നീ അമിതം പ്രവർത്തിക്കരുത്, തബ്ദീറ, ഒരു അമിതം പ്രവർത്തിക്കൽ. തുബദ്ദിർ എന്നുള്ളതിന്റെ മഫൂൽ മുത്ലഖാണ് ഏത്? ഏതാ മഫൂൽ മുത്ലഖ്? തബ്ദീറ. തബ്ദീറ. ഈ തബ്ദീറാന്റെ മസ്ദർ എന്ന് പോകുന്നത് തന്നെയാണ് തുബദ്ദിർ. വന്നതാ. പിന്നെ സാഫാത്തി, സാഫാത്ത് കുറച്ച് പ്രയാസ. ഇനി നോക്കിക്കോളെ, അതിന്റെ അടുത്ത നോക്കി. فأق عليها القول فدمرناها تدميرا. فأق عليها, ആ നാടിന്റെ മേലിൽ സ്ഥിരപ്പെട്ടു, അൽ ഖൗലു, വാക്ക്, അങ്ങനെ, ഫദമ്മർനാഹ, ആ നാടിനെ നാം തകർത്തു, തബ്ദീറ, ഒരു തകർത്തു. ദമ്മറ യുദമ്മിറു തദ്മീർ. മുത്തലക്ക്, ആ മഫൂൽ മുത്തലക്കിന് നസ്ബ് ചെയ്തത് ആരാണ്? അതേ അതിന്റെ ഫീലായ ആരെന്നെയാണ്? ദമ്മറ. ദമ്മറയിൽ നിന്ന് വന്ന തന്നെയാണ് ഏത്? തദ്മീറ. ഫയകീദു ലക കൈദാ, ഫയകീദു, അവര് തന്ത്രം പ്രയോഗിക്കും, ലക, താങ്കൾക്ക് വേണ്ടി, കൈതൻ, ഒരു തന്ത്രം പ്രയോഗിക്കും. കണ്ടോ, കൈതൻ മഫൂല് മുത്തലഖ. ആ മഫൂൽ മുത്തലഖിന് നസ്ബ് ചെയ്തത് ആരെന്നെയാണ്? ഖാദ യകീദു, അതേ ഫീല. അപ്പൊ മഫൂൽ മുത്തലഖും അതിന് നസ്ബ് ചെയ്ത ഫീലും ഒരേ വകുപ്പൈക്കാരം. അതായത് പഠിപ്പിക്കണത്. ഖാല തആല, വീണ്ടും അല്ലാഹ് പറയുന്നു, വയുതഹിറുഹും തത്ഹീറാ, വയുതഹിറുക്കും തത്ഹീറാ. വയുതഹിറു, അല്ലാഹ് ശുദ്ധിയാക്കും, നിങ്ങളെ, തത്ഹീറൻ, ഒരു ശുദ്ധീകരിക്കും.
വയുതഹിറുക്കും അവൻ നിങ്ങളെ ശുദ്ധീകരിക്കും. തത്ഹീറൻ ഒരു ശുദ്ധീകരിക്കൽ കണ്ടോ? തത്ഹീർ മഫ്ഊൽ മുത്ലഖ. ആ മഫ്ഊൽ മുത്ലഖ എന്ന് പോകുന്നത് തന്നെയാണ് തഹറ طهر യുതഹിറു تطهيرا തത്ഹീറ. ومن يعص الله ورسوله فقد ضل ضلالا بعيدا. ومن يعص الله വല്ലവനും അല്ലാഹുവിനെ ധിക്കരിച്ചാൽ വറസൂലഹു അവന്റെ റസൂലിനെയും ധിക്കരിച്ചാൽ ഫഖദ് ലല്ല തീർച്ചയായിട്ടും അവൻ പിഴച്ചുപോയി. ലലാലം മുബീന വ്യക്തമായ പിഴച്ചുപോയി. വ്യക്തമായ പിഴച്ചുപോകൽ എന്ത് ചെയ്തു? പിഴച്ചുപോയി. എവിടെ നമ്മളെ ചർച്ച? ലല്ല എന്നുള്ള ഫീലിന്റെ മഫ്ഊൽ മുത്ലഖാണ് ഏത്? ضلالا ലലാല തന്നെയാണ് ضلان ലല്ലയിൽ നിന്ന് വന്നത് തന്നെ. വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംആ. വനുഫിഖ ഫിസ്സൂരി കാഹളത്തിൽ ഊതപ്പെടുകയും ചെയ്തു. ഫജമഅനാഹും അപ്പോൾ നാം അവരെ ഒരുമിച്ചു കൂട്ടി. ജംആ ഒരു ഒരുമിച്ചു കൂട്ടി. കണ്ടോ? ഫജമഅനാഹും അങ്ങനെ നാം അവരെ ഒരുമിച്ചു കൂട്ടി. ജംഅൻ ഒരു ഒരുമിച്ചു കൂട്ടല്. ജമഅനാറിയിൽ എന്തൊക്കെയുണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്. ഫായിലുണ്ട്. കും എന്നുള്ളതാണ് അതിന്റെ ഏത്? മഫൂല് ബിഹി. മഫൂല് മുത്തലക്കല്ല, മഫൂല് ബിഹി. മഫൂല് ബി. അതിന്റെ മഫൂല് മുത്തലക്കാണ് ഏത്? ജംഅ ജംആ. ഈ ജമാഅയിൽ നിന്ന് വന്നത് തന്നെയാണ് ഏത്? ജംആ എന്ന് പറയുന്നത്. പിന്നെ വതബത്തൽ ഇലൈഹി തബ്തീല അള്ളാഹുവിലേക്ക് എന്തോ ആണ് അത്. ഏതായാലും തബ്തീല എന്നുള്ളത് അതാണ് ഏത്? മഫ്ഊൽ മുത്ലഖ്. ആ മഫ്ഊൽ മുത്ലഖ് എന്ന് പോകുന്നത് തന്നെയാണ് തബത്തൽ എന്നതിൽ നിന്ന് പോകുന്നതാ. തബത്തൽ ഇലൈഹി തബ്തീല. ബത്തല യുബത്തിലു. പിന്നെ തബ്തീൽ തീൽ. പിന്നെ പിന്നെ അടുത്തത് വദ്ദാരിയാത്തി ദർവാ കൊടുക്കട്ടെ. ഖാല തആല അല്ലാഹു പറയുന്നു ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅം മൗഫൂറാ. കണ്ടോ? ഫഇന്ന ജഹന്നമ തീർച്ചയായിട്ടും നരകം ജസാഉകും അത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. ജസാഅം മൗഫൂറ പൂർണ്ണമായ നിലയിലുള്ള പ്രതിഫലമാണ്. ഫഇന്ന ജഹന്നമ തീർച്ചയായിട്ടും നരകം ജസാഉക്കും നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. ജസാഅം മൗഫൂറ പൂർണ്ണമായിട്ടുള്ള പ്രതിഫലമാണ്. ഈ ജസാ എന്നുള്ളതാണ് മഫ്ഊൽ മുത്ലഖ്. അത് ഇന്ന് വന്നത് തന്നെയാണ് ജസാഇ എന്നതിൽ നിന്ന് വന്നത് തന്നെയാണ് ഏത്? ഈ ജസാ. രണ്ടു വന്ന ഞാൻ രഹസ്യമാക്കി ലഹും അവർക്ക് ഇസ്റാറ ഒരു രഹസ്യമാക്കി. വഅസ്റർതു അസറ എന്ന് പറഞ്ഞാൽ പതുക്കെയാക്കി, രഹസ്യമാക്കി. വഅസ്റർതു ഞാൻ രഹസ്യമാക്കി ലഹും അവർക്ക് ഇസ്റാറ ഒരു രഹസ്യമാക്കി. അസ്റർതു എന്നുള്ളതിന്റെ മഫ്ഊൽ മുത്ലഖാണ് ഏത്? ഇസ്റാറ. ഇസ്റാറ എന്നുള്ള മസ്ദർ ഇന്ന് പോകുന്നതാ അസറ യുസിറു ഇസ്റാർ. പിന്നെ ഈ
നമ്മൾ ഇതുവരെ പറഞ്ഞ മഫൂലില്ലേ, ഇപ്പൊ നമ്മൾ ഈ ഉദാഹരണങ്ങളിലൊക്കെ പറഞ്ഞ മഫൂൽ മുത്തലക്കില്ലേ, പറയണ കേക്കണ്ടോ? ഹലോ, പറയണ കേക്കണ്ടോ? ഇതുവരെ പറഞ്ഞ മഫൂല് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക അർത്ഥം കിട്ടിയപ്പോ അതുകൊണ്ട് ഫകല്ലമല്ലാഹു മൂസ, മൂസാ നബി സംസാരിച്ചു, തക്ലീമൻ ഒരു സംസാരിച്ചു. അതിനിപ്പോ ഒരു പുതിയ ഒരു ആശയം നമുക്ക് കിട്ടിയിട്ടില്ല. കല്ലമ എന്നുള്ളതിനെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെ കൊടുന്നിക്കണത് തക്ലീമ. ആ കൊണ്ടുവന്ന മസ്തറൊക്കെ തെക്കീദിന് വേണ്ടി കൊടുന്നതാ. അവിടെ വന്ന മഫൂൽ മുത്തലക്കൊക്കെ ഏതാണ്? വേണ്ടി കൊണ്ടുപോകും. എന്താ തെക്കീദ് പറഞ്ഞ? ഉറപ്പിക്കുക, അല്ലാതെ വേറൊരു അർത്ഥം അവിടെ ഉണ്ടാവില്ല. നോക്കോണ്ടി, ആ ഫീലിന്റെ അതേ അർത്ഥം വേറൊരു വിഷയം അവിടെ ഉണ്ടാകൂല. ഇനി ഇതൊക്കെ മഫൂലും നോക്കോളിയും. യൻളുറൂന അവര് നോക്കും, ഇലൈക്കാ നിന്നിലേക്ക് അവര് നോക്കും, നളുറൽ മഗ്ശി അലൈഹി മിനൽ മൗതി മരണം ആസന്നമായവൻ നോക്കുന്നത് പോലെ നോക്കും. എങ്ങനെയാ നോക്കുക? മഗ്ശി അലൈഹി ബോധം കെട്ടവൻ നോക്കുന്നത് പോലെ എന്താക്കും? യൻളുറൂന അവര് നോക്കും, ഇലൈക നിന്നിലേക്ക്, മഗ്ശി അലൈഹി മിനൽ മൗതി ബോധം കെട്ടവന്റെ അതെങ്കിൽ മരണം ആസന്നമായവൻ നോക്കുന്നത് പോലെ നോക്കും. എങ്ങനെ നോക്കുക? മരണം ആസന്നമായവൻ നോക്കുന്നവൻ. എനിക്കൊരു മരണം കേട്ടിട്ടുള്ള അർത്ഥം നോക്കിക്കോളി. യൻളുറൂന അവർ നോക്കും, ഇലൈക നിന്നിലേക്ക് അവർ നോക്കും, നളുറൽ മഗ്ശി അലൈഹി ബോധക്ഷയം സംഭവിച്ചവൻ നോക്കുന്നത് പോലെ നോക്കും. കണ്ണിങ്ങനെ ഉരുട്ടിയിട്ടേ, മരണസമയത്ത് കണ്ടിട്ടില്ലേ കണ്ണൊക്കെ മേപ്പെട്ടു പോയിട്ട്, അതേപോലെ അവര് നോക്കുന്ന. ഇവിടെ മഫൂൽ മുത്തലക്ക് എവിടെ അറിയോ? എവിടെ? യൻളുറൂന അവർ നോക്കും. അതിലെന്തൊക്കെ ഉണ്ട്? ഫീല് ഫായില്. ഇലൈക നിന്നിലേക്ക് അവര് നോക്കും. എങ്ങനെ നോക്കും? നളുറൽ മഗ്ശി മിനൽ മൗതി മരണം ഹാജരായവൻ നോക്കുന്നത് ഏതാ? അവിടെ ഏതാ മഫൂൽ മുത്തലക്ക്? ഫീലെന്നോ അതേ ഫീലെന്ന് അതാണ് മഫൂൽ മുത്തലക്ക. പക്ഷേ അത് നേരത്തെ മാതിരിയാണോ ഇവിടെ അർത്ഥം? നേരത്തെ വായിച്ചതൊക്കെ കണ്ടോ? ഒരു ഇടിച്ചു തകർക്കപ്പെട്ടു, ഒരു ഇറക്കി, അതൊക്കെയാണ് തേക്കീത്. ഇങ്ങനെ വരുന്ന മഫൂല് മുത്തലക്കിന്റെ പേര് മുബയ്യിന് എന്നാ പറയാ, ഒരു അവസ്ഥനെ വെളിവാക്കി തരിക. അപ്പൊ മഫൂൽ മുത്തലക്ക് എന്തിനൊക്കെ വരും? ഒന്ന് തേക്കീദിന് വരും. തേക്കീദ് പറഞ്ഞ ഒരു പ്രത്യേക അർത്ഥം ഉണ്ടാവില്ല, ഫീലിന്റെ അതേ അർത്ഥം ഉണ്ടാവുക. അതാണ് മഫൂല് മുത്തലക്ക് എന്തിനു വരും എന്ന് പറയുന്നത്? തേക്കീദിന് വരും എന്ന് പറയുന്നത്. രണ്ടാമത് എന്തിനു വരും എന്നാ പറയണത്? മുബയ്യിന്. എന്താ മുബയ്യിന് പറഞ്ഞ? വ്യക്തമാക്കി തരാന്, മനസ്സിലാക്കി തരാന്, പോലെ നയിക്കാരർത്ഥം. അധിക സമയത്ത് ഏതുണ്ടാകും? പോലെ ഏതുണ്ട് ഇപ്പൊ അതില് വന്നിക്കണ്. അപ്പൊ അടക്കട്ടെ. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളെ പഠിപ്പിച്ചത് കേട്ടോ. അപ്പൊ മഫൂൽ മുത്തലക്ക് അതേ ഫീലിന്റെ ഇനത്തിൽ നിന്നാണ് വരിക. മഫൂൽ മുത്തലക്കിന് നസ്ബ് ചെയ്ത ഫീല് അതേ ഫീലിൽ നിന്നുള്ളതായിരിക്കും ഈ മഫൂല് മുത്തലക്ക്. അപ്പൊ മനസ്സിലാക്കി വെച്ചോളി. മഫൂല് ബിഹി, മഫൂല് മുത്തലക്ക്, മഫൂല് ബിഹി,
മഫ്ഊല് ലഹു, പിന്നെ മഫ്ഊല് മഅ. മഫ്ഊല് മഅയാകുമ്പോ ആ മഫ്ഊലിൽ ഒരു വാവ് ഉണ്ടാകും. ആ വാവിന് എന്തിന്റെ അർത്ഥീകാരം? മാന്റെ അതിന്റെ അർത്ഥം. ഇനി തക്വീനിസാക്കി 85 പേജ് എടുക്കുകയും ഇനി മഫ്ഊലിലോ വന്നത് കുറെ ഉണ്ട് ആയത്ത്. അത് ഞാൻ അടുത്ത ആഴ്ച തരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഹാല് എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയെ ഇതിനാണ് ഹാല് വരിക. അവസ്ഥയെ മനസ്സിലാക്കി തരുന്ന നോണിനാണ് ഹാലികൾ ആക്കി തരാനാണ് വരിക. മാത്രല്ല അത് പൂർണ്ണമായ സെന്റൻസിന്റെ ആണ് വരിക. പൂർണ്ണമായ ഒരു ആശയത്തിന്റെ ശേഷമാണ് ആര് വരിക? ഹാല് വരിക. അത് നെക്കിറ ഇക്കാരം, മൻസൂബ ഇക്കാരം. പിന്നെ ഹാല് വന്നാൽ ഏത് വേണം? സായിബുൽ ഹാല് വേണം. സായിബുൽ ഹാല് നെക്കിറയാകാൻ പാടില്ല. അതെന്താവും വേണം? മഅരിഫ. എന്താകണം? മഅരിഫ ആണോ? നെക്കിറയാകാൻ ഏതാകണം? മാരിഫ ആകണം. അതാണ് ഞാൻ പറയണത്. നോക്കിക്കോളി, മൂന്നാമത്തെ പാരഗ്രാഫ്. ബാബുൽ ഹാലി, ഹാലിനെ കുറിച്ച് പറയുന്ന അധ്യായം. നീ ഹാല് ഇതൊക്കെ ഞാൻ ഖുർആനിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ കിട്ടും നമുക്ക് ഇൻഷാ അല്ലാഹ്. വൽ ഹാലു, ഹാല് എന്ന് പറഞ്ഞാൽ ലഫ്ളത്തുൻ നകിറത്തുൻ, നകിറയായ പദമാണ്. ഹാല് എന്തേക്കാരം? നക്കിറ. അപ്പൊ ഹാല് ഒരിക്കലും എന്താകൂല? ഹാല് ഒരിക്കലും എന്താവൂല? ആവൂല. ഹാല് കിയാമന്നാള് 1-ാം തീയതി വരെ എന്തേക്കാരം? അതാണ് പറഞ്ഞത്. വൽ ഹാലു, ഹാല് എന്ന് പറഞ്ഞാൽ ലഫ്ളത്തുൻ നകിറത്തുൻ, നകിറയായ ഒരു പദമാണ്. എന്താ പറഞ്ഞത്? വൽ ഹാലു, ഹാല് എന്ന് പറഞ്ഞാൽ ലഫ്ളത്തുൻ നകിറത്തുൻ. എന്താർത്ഥം? എന്താർത്ഥം ലഫ്ളത്തുൻ നകിറത്തുൻ എന്ന് പറഞ്ഞാ? നക്കിറയായ ഒരു പദമാണ്. നക്കിറയായ ഒരു പദമാണ്. തസിഫു, നീ വർണ്ണിക്കും. ബിഹാ, ആ നക്കിറയായ പദം കൊണ്ട് നീ വർണ്ണിക്കും. ഹൈഅത്ത മഅരിഫത്തിൻ, ഒരു മഅരിഫയുടെ രൂപത്തെ നീ വർണ്ണിക്കും. ഹൈഅത്ത് എന്ന് പറഞ്ഞ രൂപം, മഅരിഫത്ത് പറഞ്ഞാലോ മഅരിഫ. അപ്പൊ ആ നക്കിറ കൊണ്ട് നീ എന്തിനാണ് വർണ്ണിക്കണത്? ഒരു മഅരിഫയുടെ രൂപത്തെ. അപ്പൊ എന്ത് മനസ്സിലായി? മഅരിഫന്റെ രൂപം എന്ന് പറയുന്നത് സാഹിബുൽ ഹാല്. ഇവിടെ ഏതാണ്? പിന്നെ ഹൈഅത്ത മഅരിഫത്തി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ സാഹിബുൽ ഹാല. ആ സാഹിബുൽ ഹാൽ എന്തേക്കാരം? നെക്കറയാകാൻ പാടില്ല. അതെന്താകണം? അർത്ഥം മനസ്സിലാകണ്ടോ? അന്തംഗമ്യളായിരിക്കണ്ട. വൽ ഹാലു, ഹാല് എന്ന് പറഞ്ഞാൽ ലഫ്ളത്തുൻ നകിറത്തുൻ, നകിറയായ ഒരു പദമാണ്. തസിഫു, നീ വർണ്ണിക്കും. തസിഫു പറഞ്ഞ എന്താ? വസഫ യസിഫു തസിഫു, നീ വർണ്ണിക്കും. ബിഹാ, ആ നകിറയായ പദം കൊണ്ട് നീ വർണ്ണിക്കും. എന്തിനെ? ഹൈഅത്ത മഅരിഫത്തിൻ, എന്തിന്റെ രൂപത്തെ? ഒരു മഅരിഫയുടെ രൂപത്തെ. എന്തിന്റെ രൂപത്തെ? രൂപത്തെ എന്ന് പറഞ്ഞാൽ ഒരു സായിബുൽ ഹാലിന്റെ അവസ്ഥ. ഈ ഹയ്യത്ത മഅരിഫത്തി എന്ന് പറഞ്ഞുകൊണ്ട്
ഉദ്ദേശിക്കുന്നത് സാഹിബുല്ലാല. സാഹിബ് എന്താവും വേണം? ഹാല് കിയാമന്നാൾ വരെ നക്കീറാണ്. മാരിഫ സാഹിബുല്ലാല് കിയാമന്നാൾ വരെ ഏതുമാണ്? മാരിഫ. ആ, അത് എപ്പോഴാണ് വരിക? ബഅദ കലാമിൻ താമിൻ, പൂർണമായ ഒരു സെന്റൻസിന്റെ ശേഷം. ഇടയില് ഹാല് വരൂല. ഒരു പൂർണമായ സെന്റൻസിന്റെ ശേഷമാണ് ആര് വരിക? ഹാല് വരിക. പറയണ മനസ്സിലാവുണ്ടോ? പൂർണമായ സെന്റൻസിന്റെ ശേഷമാണ് ഹാല് വരിക. ആ ഹാല് എന്തിനെ വർണ്ണിക്കും? ഒരു മാരിഫന്റെ രൂപത്തെ വർണ്ണിക്കും. എന്ന് പറഞ്ഞാൽ സാഹിബുൽ ഹാലിന്റെ അവസ്ഥ എന്താക്കി തരും? മനസ്സിലാക്കി തരും. ബഅദ കലാമിൻ താമിൻ എന്താ അർത്ഥം? പൂർണമായ ശേഷം, പൂർണമായ ഒരു കലാമിന്റെ ശേഷമാണ് ആര് വരിക? സാഹിബുലാല്. ഹാല് വരിക. ഹാല് വന്നിട്ടല്ലേ സാഹിബുല്ലാല്? നോയിക്കോ, ഈ ഹാല് നസ്ബുൻ, അത് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ഹാലിന്റെ ഇറാബ് എന്തേക്കാരം? നസ്ബ് ചെയ്യും. മൻസൂബ്. നസ്ബന മൻസൂബ്. വഹുവ, ഈ ഹാല് നസ്ബുൻ, നസ്ബ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഹാലിന്റെ ഇറാബ് നസ്ബൈക്കാരം. ഹാലിന്റെ ഇറാബ് എന്തേക്കാരം? നസ്ബൈക്കാരം. പിന്നെ ഹാല് അപ്പൊ എന്തൊക്കെ മനസ്സിലായിപ്പോ? ഹാല് നക്കിറ, സാഹിബുല്ലാല് മഅരിഫ. ഹാല് ഏതിന്റെ ശേഷമാണ് വരിക? പൂർണമായ ഒരു സെന്റൻസിന്റെ ശേഷമാണ് വരിക. ഹാലിന്റെ ഇറാബ് എന്തേക്കാരം? നിന്റെ വാക്ക് പോലെ, ജാഅനി എന്റെ അടുക്കൽ വന്നു, സെയ്ദുൻ സെയ്ദ് വന്നു, റാക്കിബൻ വാഹനക്കാരനായ നിലയിൽ. എന്താ റാക്കിബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? വാഹനക്കാരനായ നിലയിലാണ് വന്നത്. ജാഅനി എന്റെ അടുക്കൽ വന്നു, സെയ്ദുൻ സെയ്ദ് വന്നു, റാക്കിബൻ വാഹനക്കാരനായ നിലയിൽ. എന്താ തർക്കീബ് പറയാ? ജാഅ ഫീല് മാളി, നീ. നൂൻ വിക്കായ യാക്കല്ലീം മഫൂല് ബിഹി. മഫൂല് ബിയാണ്, മുഖദ്ദമാണ്. ആര് വന്നിട്ടില്ല? വന്നില്ല. ആരാ വന്ന ആള്? സെയ്ദുൻ. ആരാ വന്നത്? സെയ്ദ്. റാക്കിബൻ, ആ സെയ്ദ് എങ്ങനെയാണ് വന്നിക്കണത്? വാഹനക്കാരനായ നിലയിൽ. അപ്പൊ ഏതാ ഹാല്? ആ പറഞ്ഞ നിർവചനം അവിടെ ഒത്തുക്കണോ നോക്കിക്കോളിയും. വൽഹാലു, ഹാലി എന്ന് പറയുന്നത് ലഫ്ളത്തുൻ നകിറത്തുൻ, നകിറയായ ഒരു പദമാണ്. റാക്കിബ് എന്നുള്ളത് നകിറ മാരിഫ? നകിറ. ഉറപ്പായി. തസിഫൂനി, വർണ്ണിക്കും, ബിയാ, ആ നകിറ കൊണ്ട് നീ വർണ്ണിക്കും, ഹൈഅത മാരിഫത്തിൻ, ഒരു മാരിഫയുടെ രൂപത്തെ. ഏതാ അവിടെ മാരിഫ? സാഹിബുല്ലാലാരാ? ഉണ്ടാട്ടം നിന്നോ? ഏതാണ് ഈ റാക്കിബ് എന്നുള്ള ഹാൽ ആർക്കാ വന്നിക്കണേ? അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അതോടുകൂടെ നിർത്താനും ക്ലാസ്. അപ്പൊ അതാണ് ഈ റാക്കിബ് എന്നുള്ളത് ആർക്കുള്ള വിശേഷനാണ്?
സെയ്ദിനുള്ള വിശേഷണ. സെയ്ദാണ് സാഹിബുല്ലാല്. സെയ്ദ് അറിയണത് അലമാണ്. അലമൊക്കെ ഏതിൽപ്പെട്ടതാ? നക്രി പെട്ടതോ മാരിഫി പെട്ടതോ? മാരിഫ. അതാണ് പറയുന്നത് തസിഫു ബിഹ, ആ റാക്കിബ് കൊണ്ട് നീ വർണ്ണിക്കും ഹൈഅത്ത മാരിഫത്തിൻ, ഒരു മാരിഫയുടെ രൂപത്തെ, അതായത് സെയ്ദിന്റെ രൂപത്തെ എന്ന് പറഞ്ഞാൽ സെയ്ദിന്റെ എങ്ങനെ രൂപത്തെ മനസ്സിലാക്കി തന്നത്? പിന്നെ എങ്ങനെ വന്നിക്കണത്? വാഹനത്തിൽ വന്നിട്ട്. വാഹനത്തിലായിട്ടാണ് വന്നത്. അതാ മാത്രല്ല ഈ ഹാല എവിടെ വരിക? ബഅദ കലാമിൻ താമിൻ, പൂർണ്ണമായ ഒരു സെന്റൻസിന്റെ ശേഷമാണ് ഹാല് വരിക. ഇവിടെ ഏതാ പൂർണ്ണമായ സെന്റൻസ്? ജാഅനി സെയ്ദുൻ. സെയ്ദുൻ. അത് പൂർണ്ണയിക്കണ്. ഞങ്ങൾക്ക് ഒന്നും എന്താക്കേണ്ട ആവശ്യമില്ല, കൂടണ്ടേ ആവശ്യം ഇല്ല. അതാണ് പറഞ്ഞത് ഹാല് എപ്പോഴാണ് വരിക? പൂർണ്ണമായ ഒരു സെന്റൻസിന്റെ ശേഷമാണ് വരിക. വഹുവ നസ്ബുൻ, അതെന്തുവാണ്? ഹാല് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. എവിടെ ഹാല്? റാക്കിബൻ, അത് മൻസൂബാണ്. റാക്കിബ് എന്നുള്ളത് എന്താണ്? മൻസൂബാണ്. അപ്പൊ അതാ പറയുന്നത് വൽഹാലു, ഹാല് ലഫ്ളത്തുൻ നക്കിറത്തുൻ, നക്കിറയായ ഒരു പദമാണ്. തസ്ഫു, നീ വർണ്ണിക്കും ബിഹ, ആ നക്കിറയായ പദം കൊണ്ട് നീ വർണ്ണിക്കും ഹൈഅത്ത മഅരിഫത്തിൻ, ഒരു മഅരിഫയുടെ രൂപത്തെ. ഒരു എന്ന് പറഞ്ഞാൽ സാഹിബുല്ലാലിന്റെ. അപ്പൊ സാഹിബുല്ലാൽ എപ്പോഴും എന്താകണം? മഅരിഫ ആകണം. എപ്പോഴാണ് ഈ ഹാല് വരിക? ബഅദ കലാമിൻ താമീൻ, എപ്പോഴാ വരിക? പൂർണ്ണമായ സെന്റൻസിന് ശേഷം. വഹുവ, ഈ ഹാല് നസ്ബുൻ, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ ജാഅനി സൈദുൻ റാകിബൻ. എന്നിട്ട് ഇതാ പറയുന്നത് ഫജാഅ സൈദുൻ, ഫജാഅ സൈദുൻ എന്നുള്ളത് കലാമുൻ താമുൻ. എന്താണത്? പൂർണ്ണമായ ഒരു വാക്കാണ്. അതെ. ഏത്? ജാഅ സൈദുൻ, സൈദ് വന്ന് പൂർണ്ണാണ്. കലാമുൻ താമുൻ, പൂർണ്ണമായ ഒരു പദമാണ്. വസൈദുൻ, സൈദ് എന്നുള്ളത് ഫായിലു ജാഅ, അത് ആരുടെ ഫായിലാ? ജാന്റെ ഫായിലാണ്. വഹുവ മഅരിഫത്തുൻ, ഈ സൈദ് എന്നുള്ളത് അറിയപ്പെട്ടതാണ്. മഅരിഫയാണ്, അറിയപ്പെട്ടത് എന്ന് പറയരുത്. എന്താ? നെക്കറ അല്ലാത്തത് മഅരിഫ. ആ വറാക്കിബൻ, റാക്കിബൻ എന്നുള്ളത് ഹാലുൻ, അതെന്താണ്? ഹാലാണ്. ഹാലാണ്. ലഫ്ളത്തുൻ നക്കിറത്തുൻ, അത് ഏത് പദമാണ്? നക്കിറയായ പദമാണ്. നക്കിറയായ. വുസിഫ ബിഹി, അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടു. ഹൈഅത്തു സൈദിൻ, ആരുടെ രൂപം? സൈദിന്റെ രൂപം. രൂപം വിശേഷിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഓ വന്നിക്കണത് നടന്നിട്ടല്ല, പിന്നെ എങ്ങനെയാണ്? വാഹനത്തിലായിട്ടാണ്. വാഹനത്തിലാണ്. അതാണ് പറയുന്നത് വുസിഫ ബിഹി, അതുകൊണ്ട് വസ്ഫു വിശേഷിപ്പിക്കപ്പെട്ടു. ഹൈഅത്തു സൈദിൻ, സൈദിന്റെ രൂപത്തെ. വൽ ആമിലു ഫീഹി, ആ ഹാലിന് നസ്ബ് ചെയ്ത ആമില് ജാഅ, ആരാണ് നസ്ബ് ചെയ്തത്? ജാഅയാണ്. അപ്പൊ ഹാലിന് നസ്ബ് ചെയ്യുന്നത് ആരെന്നെ? ഇക്കാരം ഫീലൈക്കാരം. വൽ ആമിലു ഫീഹി, ആ ഹാലിന് നസ്ബ് ചെയ്ത ആമില് ജാഅ, ഏതാണ്? ഏതാണ്? ജാഅയാണ്. കഴിഞ്ഞു. അപ്പൊ ഹാൽ എന്താണെന്ന് പഠിച്ചോടി. വൽഹാലു, ഹാല് ലഫ്ളത്തുൻ നക്കിറ, നക്കിറയായ പദമാണ്. തസിഫു ബിഹ, നീ അതുകൊണ്ട് വർണ്ണിക്കും ഹയ്യത്ത മഅരിഫത്തിൻ, ഒരു മഅരിഫയുടെ രൂപത്തെ. മഅരിഫയുടെ രൂപത്തെ എന്ന് പറഞ്ഞാൽ ഹാല് വന്നാൽ സാഹിബ് ഹാല് വേണം. ആ സാഹിബുല്ലാൽ ആരായിരിക്കണം? നക്കിറയാകാൻ പാടില്ല. ആരാകണം? അതെപ്പോഴാണ് ഹാല് വരിക? ബഅദ കലാമിൻ താമിൻ, പൂർണ്ണമായ കലാമിന് ശേഷം. വഹുവ, ഈ ഹാല് നസ്ബുൻ, അത് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. നഹ്വു ഖൗലിക ജാഅനി സൈദുൻ റാകിബ, ജാഅ ഫീല്, സൈദ് ഫായില്, റാകിബൻ ഹാല്. ഫജാഅ സൈദുൻ, ജാഅ സൈദുൻ എന്നുള്ളത് കലാമുൻ താമുൻ, എന്താണ്?
പൂർണ്ണമായ ഒരു വാക്കാണ്. മായ വാക്കാണ്. വസൈദുൻ എന്നുള്ളത് ഫായിലു ജാഅ. സെയ്ദ് പറയുന്നത് എന്താണ്? എന്റെ ഞാന്റെ ഫായിലാണ്. ഫായിലാണ്. ഫൗവ മഅരിഫത്തുൻ. ഈ സെയ്ദ് എന്നുള്ളത് ഏതാണ്? മഅരിഫയാണ്. വറാക്കിബൻ, റാക്കിബൻ എന്നുള്ളത് ഹാലുൻ, അത് ഹാലാണ്. ലഫ്ളത്തുൻ നകിറത്തുൻ, അത് എന്തുവാണ്? നിക്കറയായ പദമാണ്. ഉസിഫ ബിഹി, അതുകൊണ്ട് വർണ്ണിക്കപ്പെട്ടു. ഹൈഅത്തു സെയ്ദിൻ, ആരുടെ രൂപം? സെയ്ദിന്റെ രൂപം. സെയ്ദിന്റെ രൂപം എന്ന് പറഞ്ഞാൽ സെയ്ദിന്റെ രൂപം വിശദീകരിക്കപ്പെട്ടു പറഞ്ഞാൽ എന്താ? സെയ്ദ് വന്നത് പറന്നിട്ടോ നടന്നിട്ടോ അല്ല, പിന്നെ ഏതിലാണ്? വാഹനത്തിലാണ്. വൽ ആമിലു ഫീഹി, ആ സെന്റൻസിലുള്ള ആമിൽ എന്ന് പറഞ്ഞാൽ റാക്കിബ് എന്നുള്ള ഹാലിന് നസ്ബ് ചെയ്തത് ജാഅ, ആരാണ്? ജാഅയാണ്. ഇപ്പൊ ജാഅ സെയ്ദുൻ, സെയ്ദ് പറഞ്ഞ ഫായിലിന് റഫ ചെയ്യണത് ആരാ? ജാഅ. ലറബ സെയ്ദുൻ അംറ, സെയ്ദ് ആരടിച്ചു? അമ്രിനെ അടിച്ചു. സെയ്ദു ഫായിലിന് റഫ ചെയ്തത് ലറബ. അമ്ര എന്നുള്ള മഫൂലിന് നസ്ബ് ചെയ്തത് ആരെന്നെയാണ്? ലറബ തന്നെയാണ്. അതാവല്ല ആമില് ഫീ ജാ, അതിലുള്ള ആമില് ജാ എന്നറിയാൻ കാരണം. ഇൻഷാ അല്ലാഹ് അവിടെ കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.